പരിശുദ്ധ ഖുർആനിൽ ശാസ്ത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട പല കാര്യങ്ങളും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഒറ്റനോട്ടത്തിൽ കണ്ടുപോകണമെന്നില്ല. ഖുർആന്റെ വിവിധങ്ങളായ ആയത്തുകളുടെ അർത്ഥതലങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നമുക്ക് പഠനം നടത്തുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അതിനർത്ഥം ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമാണ് എന്നൊന്നുമല്ല, മറിച്ച് ഖുർആൻ ഒരു ദൈവിക ഗ്രന്ഥമാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവായിട്ട് വേണം ശാസ്ത്രം ഇന്നും നിലയും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പരിശുദ്ധ ഖുർആൻ മെൻഷൻ ചെയ്ത് വെച്ച് നമ്മൾ നോക്കിക്കാണാനായിട്ട്. ഖുർആനിലെ ശാസ്ത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഖുർആനിൽ ആസ്ട്രോളജി പറയുന്നുണ്ട്, മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട്, മാത്തമാറ്റിക്സ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ കെമിസ്ട്രി, ഫിസിക്സ് പോലുള്ള നിരവധി ശാസ്ത്രശാഖകളെ കുറിച്ച് അല്ലെങ്കിൽ വിവിധങ്ങളായ ശാസ്ത്രശാഖകളിലെ പല വിഷയങ്ങളെയും കുറിച്ച് പരിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആസ്ട്രോളജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഖുർആൻ പറയുന്നു, അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമ. സൂറത്തുൽ അംബിയാ 30-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഭൂമിയും ആകാശവും അടഞ്ഞു നിൽക്കുന്നതായിരുന്നു, നാമാണ് അതിനെ പിളർത്തിയത്. നമ്മളവരെ യഥാർത്ഥത്തിൽ ഈ ബിഗ് ബാങ് തിയറി ശാസ്ത്രലോകത്തെ കടന്നു വരുന്നത് 1920-കൾക്ക് ശേഷമാണ്. അതായത് നിയർലി 100 years ആയിട്ടേ ഉള്ളൂ. ബെൽജിയം ശാസ്ത്രജ്ഞനായ ജോർജ് ലിമൈത്രിയാണ് ആദ്യമായി അതേക്കുറിച്ച് പറയുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ ഇതേക്കുറിച്ച് പറഞ്ഞിട്ട് 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞു എന്നത് തന്നെ പരിശുദ്ധ ഖുർആൻ ഒരു ദൈവിക ഗ്രന്ഥമാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് എന്നാണ് നാം പറഞ്ഞു വന്നത്. മനസ്സിലായോ? ഇനിയിപ്പോൾ വേണമെങ്കിൽ മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഖുർആൻ പറയുന്നുണ്ട്, വശംസു തജ്രി ലിമുസ്തഖരിൻ ലഹാ, സൂര്യൻ അതിൻ്റെ ഒരു നിശ്ചിത കേന്ദ്രത്തിലേക്ക് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അഥവാ സൂര്യൻ ചലിക്കുന്നുണ്ടെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞു നോക്കുമ്പോൾ ശാസ്ത്രം അതേക്കുറിച്ച് പറയുന്നത് കേവലം 20th സെഞ്ചുറിയിലാണ്, 20-ാം നൂറ്റാണ്ടിലാണ്. പരിശുദ്ധ ഖുർആന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ അതിനർത്ഥം ഖുർആൻ ഒരു ശാസ്ത്രീയ ഗ്രന്ഥമാണ് എന്നല്ല, മറിച്ച് ഖുർആൻ ഒരു ദൈവിക ഗ്രന്ഥമാണ് എന്നതിനുള്ള ഏറ്റവും വലിയൊരു തെളിവായിട്ട് വേണം ശാസ്ത്രം ഇന്നും നിലയും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പരിശുദ്ധ ഖുർആൻ മെൻഷൻ ചെയ്തു വെച്ചതായിട്ട് നമ്മൾ നോക്കിക്കാണാൻ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്.